നീയൊക്കെ നിന്റെ കുടുംബത്തിനെ നിന്റെ മക്കളെ പഠിപ്പിക്കുന്നത് എന്താ? ഇപ്പൊ നിനക്ക് ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനത് കേൾക്കുമ്പോൾ അവൻ മനസ്സിലാവുന്നത് എനിക്ക് ഫീലിംഗ്സ് തോന്നും, അല്ലെങ്കിൽ അല്പവസ്ത്രധാരികളായ സ്ത്രീ പോകുമ്പോൾ എനിക്ക് കയറി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത് എന്റെ മിസ്റ്റേക്ക് അല്ലല്ലോ, അവരുടെ മിസ്റ്റേക്ക് അല്ലേ, അങ്ങനെയല്ലേ നീ പറഞ്ഞു വരുന്നത്. പക്ഷേ ചിലവന്മാരുടെ ബ്രെയിൻ തുമ്പത്താണ്, അതുകൊണ്ടാണ് അവർക്ക് കുഴപ്പം. എല്ലാം ഈ ഒരു കണ്ണുകളിലൂടെ കാണുന്നത്. നമ്മുടെ അൺമാസ്കിംഗ് അനോമാലീസ് എന്നുള്ള ടീമുണ്ട്, അവരുടെ പോസ്റ്റൊക്കെ കണ്ടാൽ അറിയാം. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഒരു എൻ്റെ അഭിപ്രായത്തിൽ എന്താ പറയുക, ഒരു ഫ്യൂച്ചറിസ്റ്റിക് മതം സംസാരിക്കുന്ന ടീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊക്കെയാണ്. അതായത് സാധാരണ ഒരു മുസ്ലിം ആൾക്കാർ വന്നിട്ട് പറയും നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇവര് വന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സയന്റിഫിക് സ്റ്റഡീസ് വന്നിട്ടുണ്ട്, അതിൽ ഇങ്ങനെയാണ് വന്നേക്കുന്നത് അങ്ങനെയാണ് വന്നേക്കുന്നത്, കുറേ തിയറീസും പേപ്പേഴ്സും ഒക്കെ എടുത്ത് കാണിക്കും. മെയിൻ പരിപാടി എന്ന് വെച്ചാൽ കുറേ തിയറീസ് ഒക്കെ എടുക്കും, എന്നിട്ട് ഇവർക്ക് വേണ്ട രീതിയിൽ അത് വളച്ചൊടിച്ചിട്ട് അത് നാട്ടുകാരുടെ മുമ്പിൽ അങ്ങോട്ട് പ്രസന്റ് ചെയ്യും. ഇവരുടെ ടീം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ടീമാണ് ആൻഡ് വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. സോ ഇവര് എങ്ങനെ വേണാലും ഇവർക്ക് അത് പറഞ്ഞു നിർത്താൻ അറിയാം. അവരിങ്ങനെ ഓപ്പൺ ഡിബേറ്റ്സ് ഒക്കെ വെക്കും, ഡിബേറ്റ്സ് ഒക്കെ വെച്ചിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. എന്നിട്ട് ഞങ്ങൾ പറയുന്നത് ഒരു തിയറീസ് ആണ്, എല്ലാം പറയുന്നത് സയന്റിഫിക് എവിഡൻസ് വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുള്ളൂ, അല്ലാതെ ഒന്നും സംസാരിക്കില്ല. അതായത് സാധാരണ മതത്തിലുള്ള ആൾക്കാർ പറയുന്ന പോലെ കയ്യിൽ നിന്നൊന്നും എടുത്തല്ല പറയുന്നത്, ഫുൾ സ്റ്റഡീസാണ്, വിത്ത് സ്റ്റഡീസിന്റെ പ്രൂഫും കാര്യങ്ങളും സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്നത്. അതിലൊരുത്തനുണ്ട്, എനിക്ക് അവൻ്റെ പേരറിയില്ല, അവൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ കാണാനിടയായി. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം, നമ്മൾ ചാനൽ ചർച്ചയിലൊക്കെ പോയതിനു ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ചറപറ റിയാക്ഷൻസും റിപ്ലൈസ് ഒക്കെയാണ്, കണ്ടവനും പോയവനും ഒക്കെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞു, മറുഭാഗത്തും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ കൂടുതൽ ഡിബേറ്റ്സ് അല്ലെങ്കിൽ റിയാക്ഷൻസിലൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ, ഒരു ചലഞ്ചാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. കഴിഞ്ഞ ദിവസം ID ഫ്രഷിൻ്റെ PC മുസ്തഫയുടെ ഒരു നുണപരിശോധന റീൽ കണ്ടു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. അപ്പോൾ അത് കണ്ടപ്പോൾ തോന്നിയ ഒരു ഐഡിയ. ഇപ്പോൾ ഏതായാലും രണ്ട് പക്ഷം വളരെ ക്ലിയർ ആണല്ലോ. ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ബയോളജിക്കലായ സൈക്കോളജിക്കലായ പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പല പുരുഷന്മാർക്കും ഈ അല്പവസ്ത്രധാരികളായ സ്ത്രീകളെ കാണുമ്പോൾ ഈ ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. ഓക്കെ, അങ്ങനെ പല പുരുഷന്മാർക്കും അങ്ങനെ തോന്നും എന്നുള്ളതാണ് നമ്മളുടെ വാദം. ഇനി മറുഭാഗത്തുള്ളവർക്ക് അങ്ങനെ ഒന്നും തോന്നൂല, അങ്ങനെ ഒരു തോട്ടേ ഇല്ല. ഇപ്പൊ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തോട്ട്സേ വരൂല എന്നൊക്കെ രൂപത്തിലുള്ള ഒരുപാട്. ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ പുരുഷന്മാരും അല്പവസ്ത്രധാരികളായ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സെക്ഷലി ഫീൽ വരുന്നു. അതായത് ആണുങ്ങളുടെ ഉള്ളിലുള്ള സെക്ഷൽ ഡിസയേഴ്സ് ഒക്കെ പൊങ്ങി വരും, അതാണ് അവൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ അല്പവസ്ത്രധാരികളായ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാലും അങ്ങനെയാണെന്നാണ് പറയുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാർ എന്ത് പറഞ്ഞാലും സയന്റിഫിക് സ്റ്റഡിയാണ്, ബയോളജിക്കൽ സ്റ്റഡീസ് ആണ്, ഇതെടുത്തേ സംസാരിക്കുള്ളൂ. ഇവന്മാരുടെ 3 മിനിറ്റിന്റെ ഒരു ഷോർട്സ് കണ്ടാൽ പോലും അതിലൊരു 10 പ്രാവശ്യങ്ങളും പറയും സയന്റിഫിക് സ്റ്റഡി, ഇന്ന ഒരാൾ ഇത് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതായത് വ്യൂവേഴ്സിനെ കൊണ്ട് അവന്മാർ ഇൻഡയറക്ട്ലി പറയിപ്പിക്കുക. അതായത് ഇവന്മാർ ഈ പറയുന്നതെല്ലാം ഈ സ്റ്റഡീസിലുള്ള കാര്യമാണ്, ഇതൊക്കെ ഓൾറെഡി പല ആൾക്കാരും പണ്ഡിതന്മാരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് ഞങ്ങൾ പറയുന്നത്. ആ രീതിയിലാണ് ഇവന്മാർ പറഞ്ഞിറക്കാൻ നോക്കുന്നത്. ഇവന്മാരുടെ മെത്തഡോളജി അങ്ങനെയാണ് അവരുടെ വീഡിയോസിന്റെ എല്ലാം. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ആണുങ്ങൾക്കും സെക്ഷൽ ഫീലിംഗ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇവരുടെ വീഡിയോസ് പല ആൾക്കാരും റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് സെക്ഷൽ ഫീലിംഗ്സ് ഇല്ലാന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഏത് വസ്ത്രം ധരിച്ചാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീ ആരാണെന്ന് അവർക്കറിയാം. അത് സഹോദരി ആവാം, ഫ്രണ്ട്സ് ആകാം, മനസ്സിലായോ? അപ്പോൾ ഈ ഫീലിംഗ്സ് കൺട്രോൾ ചെയ്യണ, ഈ ഫീലിംഗ്സ് വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ബ്രെയിൻ ആണ്. പക്ഷെ ചിലവന്മാരുടെയൊക്കെ ബ്രെയിൻ ഈ തുമ്പത്താണ്, അതുകൊണ്ടാണ് അവന്മാർക്ക് കുഴപ്പം. എല്ലാം ഈ ഒരു കണ്ണുകളിലൂടെ കാണുന്നത്. പിന്നെ ഇവന്മാരുടെ എല്ലാ വീഡിയോസിലും പറയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഒരാണ് ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ആണിന്റെ കുഴപ്പമല്ല എന്ന രീതിയിലാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ബയോളജിക്കലി ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഫീലിംഗ്സ് വരും, അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവന്മാരുടെ വേറൊരു തിയറി ഉണ്ട്, ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി അല്പവസ്ത്രധാരിയായി കണ്ടിട്ടുണ്ടെങ്കിൽ അവന് മൂഡ് വരും, പിന്നെ അവൻ കണ്ട എല്ലാവരെയും പിടിച്ച് ചെയ്യാൻ തോന്നുന്നൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നീയൊക്കെ ചിന്തിക്കുമ്പോൾ നിന്റെ സാമാനം യൂസ് ചെയ്യാതെ ബുദ്ധിപൂർവ്വം ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പം വരില്ല. നീയൊക്കെ നിന്റെ കുടുംബത്തിനെ നിന്റെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നത് എന്താ? ഇപ്പൊ നിനക്കൊരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനിത് കേൾക്കുമ്പോൾ അവനെന്താ മനസ്സിലാവുന്നത്? എനിക്ക് ഫീലിംഗ്സ് തോന്നും, അല്ലെങ്കിൽ അല്പവസ്ത്രധാരികളായ ഒരു സ്ത്രീ പോകുമ്പോൾ എനിക്ക് കയറി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത് എന്റെ മിസ്റ്റേക്ക് അല്ലല്ലോ, അവരുടെ മിസ്റ്റേക്ക് അല്ലേ, അങ്ങനെയല്ലേ നീ പറഞ്ഞു വരുത്തുന്നത്? നിങ്ങൾ ഇമാതിരി വീഡിയോസ് ഒക്കെ ഇറക്കുമ്പോൾ ഇത് കാണുന്നത് ആൺകുട്ടികളായ പിള്ളേരാണ്, മനസ്സിലായോ? അവന്മാര് പുറത്തോട്ട് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഇതേപോലെ ഷോർട്ട് ഡ്രസ് ഇട്ട് പെൺകുട്ടികളെ കാണാം. നമ്മളുടെ ഇക്കാലത്ത് പല പിള്ളേരും ഷോർട്ട് ഡ്രസ് ഇട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഇവൻ വിചാരിക്കുന്നത് എന്താ, ഇവളൊക്കെ ഇതിനു വേണ്ടി നടക്കുന്നതാണ്, അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇൻ കേസ് ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും വന്നാൽ പോലും അത് എന്റെ കുഴപ്പമില്ലല്ലോ, അവളുടെ കുഴപ്പമില്ലേ? ആ രീതിയിലല്ലേ നീയൊക്കെ ഇത് പറഞ്ഞുണ്ടാക്കുന്നത്? ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നോളജ് ഉള്ള ആൾക്കാരാണ്, എനിക്ക് തോന്നുന്നു നിങ്ങൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കും. നിങ്ങളിങ്ങനെ റോങ് ആയിട്ടുള്ള മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാതെ നല്ല രീതിയിൽ അതൊന്ന് ഉപയോഗിക്കാൻ നോക്കൂ. പുരുഷന്മാർക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് സ്ത്രീകൾ എല്ലാവരും പറഞ്ഞിട്ട് നടക്കണമെന്നാണ് നീയൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയണം, നീയൊക്കെ ചിന്തിക്കുമ്പോൾ ബുദ്ധി, അതായത് ബ്രെയിൻ ഉണ്ടല്ലോ നമുക്ക്, ആ ബ്രെയിൻ യൂസ് ചെയ്ത് ചിന്തിക്കും, അതല്ലാതെ വേറെ സാമാനൊന്നും യൂസ് ചെയ്തിട്ടല്ല ചിന്തിക്കുന്നത്.